ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോയിൽ അങ്ങ് ചെക്ക് ചെയ്യാം കേട്ടോ. ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി. അതുകൊണ്ട് ഒന്നും മിസ്സാക്കരുത്, ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോളിനോമിയൽ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഒരു പോളിനോമിയൽ ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? P(0), P(1) ഇങ്ങനെ ഓരോരോ ആളുകളെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? P(1)ഉം P(0)യും അവർ കാണാൻ പറഞ്ഞു. എന്താ ചെയ്യുക? എവിടെയൊക്കെയാണോ എക്സ് വരുന്നത് ആ എക്സിന് പകരം ഇവർ ഈ തരുന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P(x)ന് പകരം P(0) ആണ് നമ്മൾ കാണേണ്ടത്. ഈ ഇക്വേഷനിൽ എവിടെയൊക്കെയാണോ ഇനി എക്സ് ഉള്ളത് അവിടെയൊക്കെ നമ്മൾ 0 എന്ന് മാറ്റി എഴുതുന്നു. 5 ഇൻറ്റു എക്സിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 0യുടെ ക്യൂബ് മൈനസ് 7 ഇൻറ്റു 0യുടെ സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 0 പ്ലസ് 100. ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോയാൽ 0ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ, 0ന്റെ ക്യൂബ് 0 തന്നെയല്ലേ. 0 ഇൻറ്റു 5 ചെയ്താൽ ഇതെന്തായാലും 0 ആവും. അതേപോലെ 0ന്റെ സ്ക്വയർ 0, 0 ഇൻറ്റു 7 വീണ്ടും 0, പ്ലസ് 8 0 0, അത് കഴിഞ്ഞ് പ്ലസ് ഒരു 100. ലാസ്റ്റ് ആൻസർ 100 മാത്രമായിരിക്കും. ഇനി നിങ്ങൾ പഠിച്ചു വെക്കുക, P(0) എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പോളിനോമിയലിന്റെ ഏറ്റവും അവസാനത്തേക്കൊന്ന് നോക്കിക്കേ. എക്സ് ഒന്നും ഇല്ലാതെ ഒരു നമ്പർ ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടോ? +100 എന്നല്ലേ ആ നമ്പർ. ആ നമ്പർ ആയിരിക്കും P(0)ന്റെ ആൻസർ ഉണ്ടാവുക. ആ നമ്പർ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണോ, വിത്ത് സൈൻ ആണ്. ഇത് പ്ലസ് ആവുമ്പോഴാണ് +100. ഇവിടെ എങ്ങാനും മൈനസ് ആയിരുന്നെങ്കിൽ ഇത് -100 എന്നാണ് ആൻസർ വരേണ്ടത് കേട്ടോ. അത് മറക്കരുത്. P(0) കാണാനുള്ള ഷോർട്ട് കട്ട് കിട്ടി. എക്സുകൾ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ നമ്പർ വിത്ത് സൈൻ, അതായിരിക്കും P(0). രണ്ടാമത്തെ ചോദ്യം P(1) ആണ് കാണാൻ പറയുന്നത്. ഇതേ ക്വസ്റ്റ്യനിൽ P(1) കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? എവിടെയൊക്കെ എക്സ് കാണുന്നോ അവിടെയൊക്കെ നമ്മൾ 1 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നാ കൊടുത്തോ 5 ഇൻറ്റു എക്സ് ക്യൂബ് അല്ലേ, അപ്പൊ 5 ഇൻറ്റു 1ന്റെ ക്യൂബ് മൈനസ് 7 ഇൻറ്റു 1ന്റെ സ്ക്വയർ. റെഡി? അത് കഴിഞ്ഞാൽ എത്രയാ? പ്ലസ് 8 ഇൻറ്റു 1. എക്സിന് പകരമാണ് ഈ 1 കൊടുക്കുന്നത്. പിന്നെ ഒരു പ്ലസ് 100 വേറെയുണ്ട്. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 ആദ്യം ചെയ്യാൻ പോകരുത്. ഈ 1ന്റെ ക്യൂബാണ് ആദ്യം ചെയ്യേണ്ടത്. 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1. ആ 1നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇവിടെ 5 കിട്ടും. അത് കഴിഞ്ഞൊരു നെഗറ്റീവ് 1ന്റെ സ്ക്വയർ 1. ആ 1 ഇൻറ്റു 7 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 7 പ്ലസ് 8 ഇൻറ്റു 1 എന്ന് പറയുന്നത് 8 പ്ലസ് ഒരു 100. ഇത്രയും സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും P(1)ന്റെ വാല്യൂ കേട്ടോ. എക്സിന് പകരം 1 എന്ന് കൊടുത്താൽ P(1) കിട്ടിക്കോളും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 5 മൈനസ് 7, 5ന്ന് 7 കുറയ്ക്കുക. നിങ്ങൾ ഇത് ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ പ്ലസ് ഉള്ള ആൾക്കാരെ വേണമെങ്കിൽ ആദ്യം ചെയ്തിട്ട് അവസാനം ഈ -7 ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് നോക്കുക. 5ഉം 8ഉം കൂടെ എത്ര? 8ഉം 5ഉം കൂടെ 13 എന്ന് വരും അല്ലേ. 13ഉം ഈ 100ഉം കൂടെ കൂട്ടിയാൽ 113 ആയി. 113 എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 113. പിന്നെ ഒരു കുറയ്ക്കണം 7. ഒരാൾ മാത്രം മൈനസാ. 113 7 കുറച്ച് 106 എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. 106 എന്നായിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ P(1) കണ്ടുപിടിക്കാനും എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? ഉണ്ട്. എന്താണ് ഷോർട്ട് കട്ട്? ഈ എക്സുകൾ ഒന്നും നോക്കണ്ട. അതല്ലാതെ ഇവിടെയുള്ള നമ്പർ കണ്ടോ? 5 മൈനസ് ഒരു 7 പ്ലസ് ഒരു 8 പ്ലസ് ഒരു 100. ആ നമ്പേഴ്സ് മാത്രം ചെയ്തു പോയാൽ P(1)ന്റെ ആൻസർ കിട്ടും. നോക്കിക്കേ, 5 മൈനസ് 7 പ്ലസ് 8 പ്ലസ് 100. കണ്ടോ? 1ന്റെ ക്യൂബൊക്കെ എടുത്താൽ 1 തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ അങ്ങനെയും നമുക്കിത് ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എക്സിന് പകരം ഇവർ ഈ തരുന്ന നമ്പർ വെച്ച് മാറ്റി കൊടുത്താൽ നമ്മുടെ ആൻസറിലേക്ക് പോകാട്ടോ. ചെയ്യണേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 സെന്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ വ്യാസം 10 സെന്റിമീറ്റർ ആണ്. പരപ്പളവ് കാണുക. വൃത്തത്തിന്റെ ഏരിയ, പെരിമീറ്റർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യമായി ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? πr² ആണ് നമ്മുടെ ഇക്വേഷൻ. r എന്ന് പറയുന്നത് റേഡിയസ്, അതുകൊണ്ട് π ഇൻറ്റു റേഡിയസ് എത്രയാ? ഇവിടെ തന്നത് ഡയമീറ്റർ, വ്യാസമാണ് 10 തന്നത്. അപ്പൊ അതിന്റെ പകുതിയല്ലേ റേഡിയസ്. റേഡിയസ് ആയിട്ട് വരിക 5 ആയിരിക്കും അല്ലെ. ആ 5ന്റെ സ്ക്വയർ എന്ന് വരും πr² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25. 25 ഇൻറ്റു π, 25 π cm² എന്നായിരിക്കും ആൻസർ. അപ്പൊ ഇവർ ചോദിച്ചത് ഏരിയ ആണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് പെരിമീറ്ററും കൂടെ പഠിച്ചു വെക്കണേ. പെരിമീറ്റർ ആണെങ്കിൽ 2πr അല്ലെങ്കിൽ dπ എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. d എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. എത്ര ഡയമീറ്റർ? ഡയമീറ്റർ 10 ആണ്. അതുകൊണ്ട് ആൻസർ
10 പൈ സെന്റിമീറ്റർ എന്നായിരിക്കും ഡയമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആക്കിയിട്ട് പെരിമീറ്ററും കാണാൻ പറ്റും. പഠിക്കുമ്പോൾ രണ്ടും കൂടെ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും എക്സാമിന് ഉണ്ടാവും, സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ സർക്കിളിന്റെ പെരിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിമിലർ ട്രയാങ്കിൾ സദൃശ ത്രികോണത്തിൽ രണ്ട് പിക്ചറൊക്കെ തന്നിട്ട് നമ്മളോട് കമ്പയർ ചെയ്തിട്ട് സൈഡ് കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ റേഷ്യോ ആക്കി ചെയ്യേണ്ടി വരും. ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങളെയും താരതമ്യം ചെയ്ത് PR, QR ഇവയുടെ നീളം കാണുക. നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം രണ്ടും തമ്മിൽ. ഓക്കെ, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് ഇവിടെയും ഉണ്ട് എക്സ്, ഇവിടെ വൈ ഇവിടെയും വൈ, ഇവിടെ സെറ്റ് ഇവിടെയും സെറ്റ്. ആംഗിൾസ് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയി കിടക്കുന്നത് കണ്ടോ? അങ്ങനെ ആംഗിൾസ് ഈക്വൽ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ രണ്ട് ട്രയാംഗിൾസ് വെറും ട്രയാംഗിൾ അല്ല, സിമിലർ ട്രയാംഗിൾ ആണ്, സദൃശ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ സൈഡുകൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും, സെയിം റേഷ്യോ ആയിരിക്കും. നമുക്ക് നോക്കാം, ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിന്റെ റേഷ്യോ നമുക്ക് മനസ്സിലായ അതേ കണക്ഷൻ വെച്ച് ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു സൈഡ് നോക്ക്, y ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെ 3 ഉണ്ട്, അതേപോലെ ഈ y ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 6 ഉണ്ട്. കണ്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് 6 വന്നപ്പോൾ ഇവിടുത്തെ y ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 3 ആണ്. 6 3 ആയി, കണക്ഷൻ കിട്ടിയില്ലേ? 6ന്റെ നേരെ ഹാഫ് അല്ലേ 3? മതി, ബാക്കി നമുക്ക് ചെയ്യാം. 6ന്റെ ഹാഫ് ആണ് 3. അതേപോലെ അടുത്തത് എടുത്തോ, എക്സിന്റെ ഓപ്പോസിറ്റ് 4 ആണ്. അപ്പോൾ ഈ എക്സിന്റെ ഓപ്പോസിറ്റ് ആ 4ന്റെ ഹാഫ് ആയ 2 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് നോക്കേ, നെക്സ്റ്റ് സെഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 8. ഈ സെഡിന്റെ ഓപ്പോസിറ്റ് 8ന്റെ ഹാഫ് ആയിട്ടുള്ള 4 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി, ബാക്കി അത് വെച്ച് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്കെയിൽ ചെയ്യുന്ന ഫാക്ടർ, മാറുന്ന തോത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് സിമിലർ ട്രയാംഗിളിൽ. ആ ഒരു കണക്ഷനാണ് യൂസ് ചെയ്തത്. ഓൾ സെറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ പോയി, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, AB ആൻഡ് CD ആർ 2 chords ഓഫ് ദ സർക്കിൾ. ഇഫ് AB ഈക്വൽ 10 സെന്റിമീറ്റേഴ്സ് ആൻഡ് OM ഈക്വൽ ON, then എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് CD, ലെങ്ത് ഓഫ് CN. ഓക്കെ, ഒന്ന് പിക്ചറിലേക്ക് നോക്കണേ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രം, ഈ O എന്ന് പറയുന്നത് സെന്റർ ആണ്. രണ്ട് കോഡ് ഉണ്ട്, AB-യും CD-യും. അവർ തന്ന ക്ലൂ OM-ഉം ON-ഉം ഈക്വൽ ആണ്. OM ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ OM എന്ന് പറയുന്ന ലെങ്ത്തും ON, ഈ രണ്ട് ദൂരവും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സെന്ററിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. സെന്ററിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളാം, സെന്ററിന്ന് ഒരേ അകലത്തിലാണെങ്കിൽ മക്കളെ ഈ കോഡുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. ഈ രണ്ടാൾക്കാർക്കും ഒരേ നീളമായിരിക്കും കേട്ടോ. സെന്ററിന് ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് വിൽ ബി ഈക്വൽ ഓർ സെയിം എന്ന് പറയാം. ഒരേ അകലത്തിലുള്ള ഞാണുകൾക്ക് ഒരേ നീളമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കിട്ടി. AB 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, CD എത്രയെന്നാണ് ചോദിച്ചത്. AB 10 ആണ്, CD-യും 10 ആയിരിക്കും. കാരണം എന്താ? സെന്ററിന്ന് ഇങ്ങോട്ടും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 10 അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ആൻസർ ആയിട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 സെന്റിമീറ്റർ, സെയിം ആൻസർ ആണ്. AB-യും CD-യും സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, CN-ന്റെ നീളം എത്രയാ? ഇതിൽ CN എന്താ? CN എവിടെ? CN ഈ ചെറിയ കഷ്ണമാണ് CN. ആ CN-ന്റെ നീളം എത്രയെന്ന് നോക്കിക്കോണേ. സെന്ററിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ പോയിന്റ് പഠിച്ചോ. സെന്ററിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ, കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് കോഡിനെ ബൈസെക്ട് ചെയ്യും. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ബൈസെക്ട് ദ കോഡ്. പഠിച്ചോണേ, കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഇത് മൊത്തത്തിൽ 10 സെന്റിമീറ്റർ അല്ലേ? സമഭാഗം ചെയ്താൽ ഒരു കഷ്ണം 5, ഒരു കഷ്ണം 5. അതാണ് ക്വസ്റ്റ്യൻ. CN എത്രയെന്നാണ് ചോദിച്ചത്? 10ന്റെ പകുതി ഉണ്ടാവും. ആൻസർ 10ന്റെ ഹാഫ് ആക്കിയിട്ട് 5 സെന്റിമീറ്ററിന് ആൻസർ വരും. ക്ലിയർ ആണോ? എല്ലാവർക്കും ആൻസർ മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. ഓൾ സെറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യത്തിൽ ചിത്രത്തിൽ ആംഗിൾ A ഈക്വൽ ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ആംഗിൾ Q, രണ്ട് ആംഗിൾ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. പിക്ചർ നോക്കാം. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്, ഒരാൾ ഈക്വൽ ആയി. നെക്സ്റ്റ് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും രണ്ടാമത്തെ ആൾ ഈക്വൽ ആയി. രണ്ടെണ്ണം ഈക്വൽ ആയ മൂന്നാമത്തത് എന്തായാലും ഈക്വൽ ആയിരിക്കും. അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. രണ്ട് ആംഗിൾ സെയിം ആയാൽ പിന്നെ ഉറപ്പാണ് മൂന്നാമത്തത് എന്തായാലും സെയിം ആയിരിക്കും. ടോട്ടൽ 180 ഡിഗ്രി വരണം. രണ്ടെണ്ണം സെയിം ആയി, മൂന്നാമത്തത് എന്തായാലും സെയിം ആയിരിക്കും. അങ്ങനെ ആംഗിൾ സെയിം ആയാൽ എന്ത് സംഭവിച്ചു? ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ട്രയാംഗിൾ ആയി, സദൃശ ത്രികോണങ്ങൾ. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡുകൾ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. AB 5, BC 4, AC 2, PR 6 എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് PQ എത്രയെന്നാണ് ചോദിക്കുന്നത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ക്യൂവിൻ്റെ നീളം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് റേഷ്യോ കിട്ടുമോ നോക്കിക്കേ. ഈ ബി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് 2, ഈ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് 6, 2, 6. കണക്ഷൻ കിട്ടിയില്ലേ? ഈ 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ 6ലേക്ക് പോയിക്കൂടെ? ആളെ മനസ്സിലായോ? ഇവിടെ 2, ഇവിടെ 6. 2 ഗുണിക്കണം 3 ചെയ്തിട്ട് നമുക്ക് 6ലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ചെയ്യുന്ന നമ്പർ 3 ആണെന്ന് മനസ്സിലായി. ഇനി 3 എവിടെ നിന്ന് കിട്ടിയാൽ ഡൗട്ട് അടിക്കല്ലേ. ഇനി നേരെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ 6ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടുട്ടോ 3 ആണെന്ന്. അപ്പൊ 3നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. ഏതാ അവർ ചോദിച്ചത് പി ക്യൂ ആണ് ചോദിച്ചത്. പി ക്യൂ എന്ന് പറഞ്ഞാൽ ആംഗിൾ 6ന്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ അതിന് സെയിം ഉള്ള ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ്, ഈ ആംഗിളിന് സെയിം ആണ് ആംഗിൾ സി. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 5 ആണ്. അപ്പൊ ആംഗിൾ 6ന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. ആ 5നെയും 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എത്ര വരും ആൻസർ? ഇത് 15 വരും. നിങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റുമോ? എയുടെ ഓപ്പോസിറ്റ് ഉള്ളത് 4 ആണ്. ഇവിടെ ഉള്ള പിയുടെ ഓപ്പോസിറ്റ് എത്ര ഉണ്ടാവുക? എയും പിയും സെയിം അല്ലേ? അതുകൊണ്ട് ഇവിടെ 4 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക 4നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന 12 ആയിരിക്കും വരും. ക്ലിയർ? എല്ലാ സൈഡുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അവർ ചോദിച്ച ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ടല്ലോ. ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി. എത്രയാ? 15 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ, 2 ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ, ഇതിന്റെ ഒരു സൈഡ് മാറുന്ന റേഷ്യോ എത്രയാ? ഒരാൾ 2 വരുമ്പം ഒരാൾ 6. നോക്കേ, ഒരു സൈഡ് മാറുന്ന റേഷ്യോ 2:6. 2:6 എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയാൽ 1:3 ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇതിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ എടുത്താലും സെയിം ആൻസർ ആയിരിക്കും. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയ പെരിമീറ്റർ കിട്ടും, ഇതെല്ലാം കൂടെ കൂട്ടിയ പെരിമീറ്റർ കിട്ടും. എന്നിട്ട് പെരിമീറ്ററിന്റെ റേഷ്യോ എടുത്താലും ഇതേ ആൻസർ, സെയിം ആൻസറേ വരുള്ളൂ. നിങ്ങൾ കാരണം എന്താ? എല്ലാ സൈഡിനെയും 3 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ ഈ സൈഡുകളൊക്കെ വന്നത്. അപ്പൊ പിന്നെ എന്തായാലും അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആൻസർ പഴയ ആൻസർ ആയിട്ട് തന്നെ മാറും. 1:3 ആയിരിക്കും ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ റേഷ്യോ. അത് തന്നെയാണ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോയും അത് തന്നെയാണ് കേട്ടോ. 1:3. 2:6 ആണ്. നേരെ ഹാഫ് ആക്കിയിട്ട് 1:3 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തിലേക്ക് പോവാണ്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ 1 സെന്റിമീറ്റർ, AC equal 3 centimeter. What is the length of BC? Calculate the perimeter of triangle ABC. ചിത്രം നോക്കണേ. ചിത്രം കണ്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. AB 1 ആണ്, AC 3 ആണ്. AB എന്ന് പറയുന്നത് 1, AC എന്ന് പറയുന്നത് 3. ഫസ്റ്റ് തന്നെ ചോദിച്ചത് BC യുടെ നീളം, ഈ താഴെ കിടക്കുന്ന സൈഡിന്റെ നീളം ചോദിച്ചത്. നമുക്ക് തിയറം യൂസ് ചെയ്ത് ചെയ്താൽ പോരെ? എ ക്വസ്റ്റ്യൻ, ബി സിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് ആയ 3യുടെ സ്ക്വയർ, കർണം സ്ക്വയറിന് മൈനസ് ആ കുത്തനെ കിടക്കുന്ന ലംബവശം എത്രയാ? 1 അല്ലേ? 1ന്റെ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് ബി സി സ്ക്വയർ എത്രയാന്ന് കിട്ടും? 3ന്റെ സ്ക്വയർ എത്രയാ? 9 അല്ലേ? 9 മൈനസ് 1 വരും. 9 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. ബി സിയുടെ സ്ക്വയർ ആണ് 8, അതുകൊണ്ട് ബി സി എന്ന് പറയുന്നത് √8 ആയിരിക്കും. √8 നമ്മൾ മാറ്റി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതേപോലെ ഒന്ന് മാറ്റി എഴുതിക്കുക. എങ്ങനെയാ √8 മാറ്റി എഴുതുക? 2 നമ്പറിന്റെ മൾട്ടിപ്പിൾ ആക്കിയാൽ 4×2 എന്ന് എഴുതാൻ പറ്റും. 4×2 8 ആണ്. ഇങ്ങനെ എഴുതിയാൽ എന്താ സംഭവിക്കുക? √4 എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 2 എന്ന് മാറ്റി എഴുതാം. അങ്ങനെ 2 എന്ന് മാറ്റി എഴുതി. പിന്നെ ഉള്ളത് റൂട്ടിന്റെ ഉള്ളിൽ 2 ആണുള്ളത്. റൂട്ടിന്റെ ഉള്ളിൽ 2 വന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. √2 നമുക്ക് കറക്റ്റ് മാറ്റാൻ അറിയാത്തത് കൊണ്ട് √2 തന്നെ എഴുതിയാൽ മതി. 2√2 സെന്റിമീറ്റർ. ആൻസർ കിട്ടിയോ? ഇവിടെ വരാൻ പോകുന്ന വാല്യൂ 2√2 സെന്റിമീറ്റർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ത്രികോണം എ ബി സിയുടെ ചുറ്റളവ് ചോദിക്കുന്നുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. ഓക്കെ, ബി ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ആണ് ചോദിക്കുന്നത്. പെരിമീറ്റർ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുക? ഒന്ന് ആഡ് ചെയ്താൽ മതി. ഒരു സൈഡ് 1, ഒരു സൈഡ് 3, ഒരു സൈഡ് 2√2. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് കൂട്ടി നോക്കുക. 1ഉം 3ഉം കൂടെ 4. അത് കഴിഞ്ഞിട്ട് ബാക്കി 2√2 അതിന്റെ കൂടെ ആഡ് ചെയ്യരുതേ. ഈ നമ്പർ മാത്രം ആഡ് ചെയ്യുക. റൂട്ട് നമ്പർ ഉള്ളത് അതിന്റെ കൂടെ ചേർത്ത് ആഡ് ചെയ്യരുത്. 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 2√2 സെന്റിമീറ്റർ എന്നാണ് ആൻസർ എഴുതേണ്ടത്. അറിയാതെ 6√2 എന്നാക്കി വെക്കരുതേ. 4ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യാൻ പോകരുത്. അങ്ങനെ പ്ലസ് ചെയ്യണമെങ്കിൽ ഇവിടെയും √2 വേണം. 4√2 + 2√2 ആണെങ്കിൽ നമുക്ക് 6√2 എന്ന് എഴുതാം. അതല്ലാതെ അങ്ങനെ എഴുതരുത്, ഇങ്ങനെ വെച്ചാൽ മതി. ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാ? √2ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാണ് 1.41 എന്ന് കൊടുത്തോളാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 2ഉം ഈ നമ്പറും കൂടെ മൾട്ടിപ്പിൾ ചെയ്യാം. ആൻസറിനെ 4നെ കൊണ്ട് ആഡ് ചെയ്യാം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പെരിമീറ്റർ കണ്ടല്ലോ.
ലാസ്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാനുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ പോളിനോമിയൽ? തന്നിരിക്കുന്നവയിൽ ബഹുപദം ഏതാണ്? ഈ തന്നതിൽ ഏതോ ഒരെണ്ണം പോളിനോമിയൽ ആണ്. ഏതാണ് പോളിനോമിയൽ അല്ലാത്തത്? രണ്ട് കണ്ടീഷനാണ്, പഠിച്ചു വെച്ചോളൂ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം റൂട്ടിന്റെ ഉള്ളിൽ എക്സ് ഉണ്ടെങ്കിൽ പോളിനോമിയൽ അല്ല, റൂട്ടിന്റെ ഉള്ളിൽ എക്സ്. ഓക്കെ, രണ്ടാമത്തത് ഡിനോമിനേറ്റർ ആയിട്ട് എക്സ്. ഈ രണ്ട് കണ്ടീഷൻ ഒന്ന് ഓർത്താൽ മതി. ഒരാൾ റൂട്ടിന്റെ അകത്ത്, ഒരാൾ ഡിനോമിനേറ്റർ. എക്സ് ആണ് പറയുന്നത്, മൾട്ടിപ്പിൾ ചെയ്യുന്ന നമ്പർ അല്ല കേട്ടോ. ഈ നമ്പർ കണ്ടോ, ഈ രണ്ട് എന്ന് പറഞ്ഞ നമ്പറൊക്കെ കണ്ടോ, അത് റൂട്ടിന്റെ ഉള്ളിൽ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ എക്സ് റൂട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട, അതേപോലെ ഡിനോമിനേറ്റർ ആയിട്ട് എക്സ് വേണ്ട. ഈ രണ്ട് കണ്ടീഷൻ നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രശ്നമാണ്, ആൻസർ കിട്ടൂല. കാരണം എന്താ? ഡിനോമിനേറ്റർ ആയിട്ടാണ് എക്സ് സ്ക്വയർ വന്ന് കിടക്കുന്നത്. കണ്ടോ, ഡിനോമിനേറ്ററിലാണ് എക്സ് വന്നിട്ട്, അത് നമുക്ക് വേണ്ട. രണ്ടാമത്തതിൽ റൂട്ടിന്റെ അകത്ത് എക്സ് ഉണ്ട്, അതും വേണ്ട. മൂന്നാമത്തതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എക്സ് സ്ക്വയറും ആണ്, +2 ആണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എക്സിന്റെ പവറിലേക്ക് നോക്കുക, ആ വലിയ നമ്പർ എക്സിന്റെ മുകളിൽ എഴുതി വെക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ, ഹയസ്റ്റ് പവർ ആണ് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെന്ന് ഇവിടെ മനസ്സിലായി. ഇത് ശരിയാണ്. ഇനി അവസാനത്തതോ, നാലാമത്തെ പ്രശ്നമാണ് 1/x, ഡിനോമിനേറ്റർ ആയിട്ട് എക്സ് കിടക്കുന്നത് കണ്ടോ. അങ്ങനെ ഇതും നമുക്ക് വേണ്ട. ഒറ്റ ഒന്നാണ് ആൻസർ. സി ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന്റെ ആൻസർ. x² + 2 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. മുഴുവൻ മാർക്കും വാങ്ങുക, മിസ്സാക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.